ലൂക്കോസ് സുവിശേഷകൻ ചിത്രകാരനും ചരിത്രകാരനും ഫിഷഗ്വരനുമായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ജന്മവാർത്തയെപ്പറ്റി പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തിരുജനനത്തെ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അഗസ്റ്റസ് സീസറും സിറിയൻ ദേശാധിപതി ക്വിരീനിയസുമൊക്കെ ദൈവപദ്ധതിയുടെ ഉപകരണങ്ങളായിട്ട് മാറുന്നതായിട്ട് കാണുന്നു. ദൈവം പ്രവചനങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള ആ ഒരു വലിയ കാര്യത്തിൻ്റെ സാങ്കത്യത്തിലേക്ക് കടത്തിവിടുവാനായിട്ട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കൂടി ഈ സുവിശേഷകൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ കാനേഷുമേരി അഥവാ സെൻസസിൻ്റെ പ്രത്യേകത, അത് സാധാരണയായി ചെയ്യാൻ കഴിയുന്നത് കുറേ ഉദ്യോഗസ്ഥന്മാരെ നിർത്തി വീടുകളിൽ പോയി അങ്ങനെ സെൻസസ് എടുക്കുന്ന രീതിയാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ കാണുന്നത്. പക്ഷേ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരങ്ങളിലേക്ക് പോകണം എന്നുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് അഗസ്റ്റസ് സീസറാണ്. അതിനകത്തിൽ ഒരു പ്രത്യേകതയുള്ളത് എന്ന് പറഞ്ഞത് പ്രവചനത്തിൻ്റെ പൂർത്തീകരണം ഇവിടെ വ്യക്തമാക്കുവാൻ ഈ ഒരു കണക്കെടുപ്പ് യേശുക്രിസ്തു ബേത്ലഹേമിൽ വരണം, ബേത്ലഹേമിൽ നിന്നുമായിരിക്കണം അവൻ്റെ തിരുജനനം എന്നുള്ളത് പ്രവചന മൊഴിയുടെ പൂർത്തീകരണമായിട്ട് കടന്നു വരുന്നതാണ്. അപ്പോൾ അതിനാൽ തന്നെ യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യാമാതാവും ബേത്ലഹേമിൽ എത്തേണ്ടത് വേദപുസ്തകപരമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ദൈവപദ്ധതിയുടെ പൂർത്തീകരണമായിരുന്നു. മിഖായുടെ പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ബേത്ലഹേം എഫ്രാത്ത യൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ബേത്ലഹേമിൻ്റെ സാങ്കത്യത്തെ പറ്റിയാണ് ഇന്നേ ദിവസം സംസാരിക്കുന്നത്. വേദപുസ്തകത്തിൽ 53 പ്രാവശ്യം ബേത്ലഹേമിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ബേത്ലഹേം തന്നെ രണ്ടുണ്ട്. ഒന്ന് നോർത്ത് ബേത്ലഹേം, മറ്റൊന്ന് സൗത്ത് ബേത്ലഹേം. പേരെഴുതിക്കാനായിട്ട് അവർ നസറത്തിൽ നിന്ന് യൂദയായിലെ ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പോയെന്ന് വചനം പറയുന്നു. യൂദയായിലെ ബേത്ലഹേം എന്നത് സൗത്ത് ബേത്ലഹേമാണ്. യേശുനാഥൻ ജനിച്ച ഈ സ്ഥലം ജെറുസലേമിൽ നിന്ന് 5 മൈൽ അകലെയാണ്. മാതാവും യൗസേപ്പ് പിതാവും നസറത്തിൽ നിന്ന് 7 മൈൽ അകലെയുള്ള നോർത്ത് ബേത്ലഹേമിലാണ് വളർന്നത്. യോശുവ 19:15 ഈ നോർത്ത് ബേത്ലഹേമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് വായിച്ചറിയാനായിട്ട് കഴിയും. 75 മൈൽ യാത്ര ചെയ്താണ് നസറത്തിൽ നിന്ന് യൂദയായിലെ ബേത്ലഹേമിൽ തിരുക്കുടുംബം എത്തുന്നത്. യൂദയായിലെ ബേത്ലഹേം അക്കാലത്ത് വലിയൊരു പട്ടണമൊന്നും ആയിരുന്നില്ല. പക്ഷേ ധാരാളം ചരിത്ര സംഭവങ്ങളുടെ വേദികയായിരുന്നു ആ ഭൂമിക. ഇതിന് 15 മൈൽ തെക്കോട്ട് മാറിയാൽ നമ്മുടെ പിതാക്കന്മാരുടെ സ്ഥലം, അതാണ് ഹെബ്രോൺ. അവിടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെയൊക്കെയും ജീവിതങ്ങൾ കരിപ്പിടിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളാണ് അവയെല്ലാം തന്നെ. വടക്ക് പടിഞ്ഞാറ് 10 മൈൽ കടന്നു ചെന്നാൽ നമ്മൾ ഗിബയോൺ എന്ന സ്ഥലത്തെത്തും. ഇവിടെ ജോഷായുടെ പ്രാർത്ഥനയാൽ സൂര്യൻ അസ്തമിക്കാതെ നിന്നുവെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഇതിന് പടിഞ്ഞാറ് 12 മൈൽ ചെന്നാൽ സുക്കോത്ത് താഴ്വരയാണ്, ദാവീദ് ഗോലിയാത്തിനെ വസിച്ച സ്ഥലം. ഇതിൻ്റെ വടക്ക് 5 മൈൽ ചെന്ന ജെറൂസലേമാണ്, മൽക്കിസദേക്കിന് അബ്രഹാം കാഴ്ച സമർപ്പിച്ച സ്ഥലം. ബേത്ലഹേമുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ മൽക്കിസദേക്കിന് ഏറെ പ്രാമുഖ്യം ലഭിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട്, ലോത്തിനെ തടവിലാക്കിയ രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അബ്രഹാം മടങ്ങി വരുമ്പോൾ മൽക്കിസദേക്ക് ചെയ്യുന്നതെന്നും ഇതിന് ഹെബ്രായ ഭാഷയിലെ ഹെബ്രായരുടെ ലേഖനത്തിൽ അതിനുള്ള സാങ്കത്യം എന്തെന്നും ഒക്കെയും നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു എന്നത് അനശ്വരമായ അപ്പമാണ്. ഉൽപ്പത്തി 14:18 പറയുന്നു, സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ എന്ന്. യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് മെൽക്കിസദേക്ക് എന്ന് പറയുന്നത്. പൊരുളായ യേശുക്രിസ്തുവിന് മുന്നമേ വന്ന ഒരു രൂപമാണ്. ലേവായ പൗരോഹിത്യത്തിന് അതീതമായി മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യത്തെപ്പറ്റിയുള്ള സാങ്കത്യം കാണുന്നു. കാരണം അബ്രഹാം ലേവായ പൗരോഹിത്യത്തിൻ്റെ ഒരു പിതാവെങ്കിൽ അദ്ദേഹം
മെൽക്കിസദേക്കിന് കാഴ്ചകൾ സമർപ്പിക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത്, മെൽക്കിസദേക്ക് അനുഗ്രഹിക്കുന്നതിലൂടെ വ്യക്തമാക്കുന്നത് ഈ മെൽക്കിസദേക്കിലും താഴ്ന്നയാളാണ് അബ്രഹാം എന്നുള്ളതാണ്. അപ്പോൾ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് കർത്താവിലേക്കുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരുക. എബ്രായലേഖനം 7:1 ഇതിൻ്റെ പൂർത്തീകരണമായിട്ട് മെൽക്കിസദേക്കിനെ പറ്റി കാര്യമായിട്ട് പറയുന്നുണ്ട്. രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സാലേമിൻ്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മെൽക്കിസദേക്ക് അവനെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നുണ്ട്. അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലേമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവുമെന്നാണ് അർത്ഥം. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മലങ്കര കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, മെൽക്കിസദേക്കിൻ കാഴ്ച പോലെ ഈ ബലി നീ സ്വീകരിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പവും വീഞ്ഞുമാണ് മെൽക്കിസദേക്ക് കാഴ്ചയർപ്പിച്ചത്. അത് ഒരു യാദൃച്ഛികമായിട്ടുള്ള സംഭവമല്ല, മറിച്ച് ഓരോ ആൾത്താരയിലും അർപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറുന്ന അപ്പവും വീഞ്ഞിൻ്റെയും മുൻരൂപമാണത്. 1700 വർഷങ്ങളുടെ ചരിത്രമത്രയും കാലത്തെ AD എന്നും BC എന്നും രണ്ടായിത്തിരിക്കുന്ന യേശുവിൻ്റെ തിരുജന്മത്തിനുള്ള മുന്നൊരുക്കങ്ങളായിരുന്നു. നമുക്കറിയാം, ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം കല്ല് കൊണ്ടുവരും, അടുത്തായിട്ട് മണൽ കൊണ്ടുവരും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടിച്ചേരുമ്പോഴാണ് വീടാകുന്നത്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി അബ്രഹാമിനെ വിളിക്കുന്നത് മുതൽ ദാവീദ് രാജാവിൻ്റെ ആ ഒരു സിംഹാസനം അവരോധിക്കപ്പെടുന്നത് തുടങ്ങി അങ്ങനെ വളർന്നു വരുന്ന ഒന്നാണ് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലേക്കുള്ള ഓരോ ചുവടുകളും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മലാക്കിയുടെ പുസ്തകം 4:2 പറയുന്നുണ്ട്, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. പാപിക്ക് പാപമോചനമാണ് സൗഖ്യം, രോഗിക്ക് രോഗസൗഖ്യമാണ് സൗഖ്യം, മനസ്സ് തകർന്നവർക്ക് മനസ്സമാധാനമാണ് സൗഖ്യം. ഇതെല്ലാം നൽകുവാൻ കഴിവുള്ള സുവിശേഷം ഈ നീതിസൂര്യനായ യേശുക്രിസ്തുവാണ്. നമ്മൾ കാണുന്നു, ദൈവം വിളിച്ച് വേർതിരിച്ച അബ്രഹാമെ തുടങ്ങി യാക്കോബിലൂടെ ഇസ്രായേൽ ജനം, ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുന്ന യേശു എന്ന നിത്യരാജാവ്, ആ നിത്യരാജാവ് നീതിസൂര്യനാണ്. നമ്മൾ ആദ്യമായിട്ട് ബേത്ലഹേമിനെ പറ്റിയുള്ള പരാമർശം കാണുന്നത് ഉൽപ്പത്തി 35:16-19 വരെയുള്ള വാക്യങ്ങളാണ്. റേച്ചലിനെ സംസ്കരിച്ച ശേഷം റാഹേലിനെ സംസ്കരിച്ചതിൻ്റെ സ്ഥലമായിട്ട് ഉൽപ്പത്തിയിൽ ബേത്ലഹേമിനെ നമ്മൾ കാണുന്നു. ഇസ്രായേൽ എന്ന യാക്കോബിനെ സംബന്ധിച്ചോളം അവിടെയും മനോഹരമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, യാക്കോബ് ആഗ്രഹിച്ച റേച്ചലല്ല അവൻ്റെ ഭാര്യയായിട്ട് ആദ്യം വരുന്നത് ലേയാണ്. അതുപോലെ യേശുക്രിസ്തു സ്നേഹിച്ച ജനതയാണ് ഇസ്രായേൽ ജനം. മത്തായി 15:24 പറയുന്നു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഈ യേശുവിനെ അവർ പരിത്യജിച്ചു എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ 1:11 അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചുവെങ്കിൽ അവളെ സ്വീകരിക്കാനല്ല കഴിഞ്ഞത്, മറിച്ച് ലേയായെ സ്വീകരിക്കാനാണ് നൽകിയത്. അപ്പോൾ ലേയ എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ്. ലേയായിലൂടെയാണ് യാക്കോബിന് ആദ്യമായി മക്കളെ ലഭിക്കുന്നത്. അതുപോലെ ദൈവമക്കളെ കർത്താവിനായിട്ട് സമർപ്പിക്കുന്നത് സഭയാണ്. നമ്മൾ വേദോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾക്ക് എപ്പോഴും ഇങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. ലോകം വിലമതിക്കുന്ന കാര്യങ്ങളല്ല ദൈവം വിലമതിക്കുന്നത്. 1 കൊറിന്തോസ് 1:27 പറയുന്നു, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഫോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവരെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും. നമ്മൾ കാണുന്നു, ബെന്യാമിനെ പ്രസവിക്കുമ്പോൾ റാഹേൽ മരിക്കുന്നു. അതുപോലെ സഭയാകുന്ന കുഞ്ഞിന് ജന്മം നൽകാൻ യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നു. ബേത്ലഹേം യേശുവിൻ്റെ ജനനത്തിൻ്റെ തനതുഭാവവും മരണത്തിൻ്റെ പ്രതീകാത്മകതയും ഉൾക്കൊള്ളുന്നു. നമ്മൾ അത് വ്യക്തമാകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് വേദോത്സവം പറയുന്നു പരിശുദ്ധ കന്യകാ മാതാവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23:53 പറയുന്നുണ്ട്, അത് താഴെ ഇറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വെച്ചു എന്ന് പറയുന്നുണ്ട്. അത് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന ഒരു കർമ്മമാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് ശേഷമുള്ള
ആ ഭാഗമാണ് വർണ്ണിക്കുന്നത്. അപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ നമുക്ക് ലഭിച്ച ഒരു പ്രകാശധാരയാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ തുടങ്ങി മരണം വരെയുള്ള നന്മ ചെയ്ത് ചുറ്റിസരിച്ചുകൊണ്ടുള്ള ജീവിതം. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയാണ്. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയെ അതുപോലെ അനുവർത്തിക്കുന്നവർക്കാണ് ഒഴിഞ്ഞ കല്ലറയുടെ ബലം ലഭിക്കുക. യേശുക്രിസ്തുവിൽ നമ്മൾ മൃതരായി മാറുമ്പോഴാണ് അനുഗ്രഹം. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ടായിരുന്നു, ഈ ഓശാനയുടെ ശുശ്രൂഷയ്ക്കൊക്കെ നമ്മൾ കുരിശിൻ്റെ വാഴ്വ് നടത്താറുണ്ട്, സ്ലീബായുടെ ആഘോഷം നടത്താറുണ്ട്. അതുപോലെ നമ്മൾ ക്രിസ്മസിനും സ്ലീബായുടെ ആഘോഷം നടത്താറുണ്ട്. നമ്മുടെ ആരാധനയിൽ ക്രിസ്മസിൻ്റെ ആരാധനയും നമ്മൾ നടത്താറുണ്ട്. അപ്പം അത് വ്യക്തമാക്കുന്നത് മീറ കാഴ്ചവെക്കപ്പെട്ട ഈ പൈതൽ അത് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രനാണ്. അവന് ഈ ഭൂമിയിലേക്ക് വന്നത് കൊലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്താൽ നമുക്ക് രക്ഷ നൽകുവാനല്ല, മറിച്ച് തൻ്റെ സ്വന്തം ജീവരക്തം തന്നെ നൽകി നമുക്ക് രക്ഷ നൽകാനാണ്. ആ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ഈ ബേത്ലഹേമിൻ്റെ സാങ്കത്യം നോക്കുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളായിരിക്കുന്ന ഓരോ സ്ഥലവും ഒരു ബേത്ലഹേമായി മാറുവാൻ തക്കവണ്ണം എളിമയുടെ നന്മ ഞങ്ങളുടെ ജീവിതയാത്രയിൽ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളറിയാത്ത രീതിയിൽ ദൈവം തമ്പുരാന് ചരിത്രത്തിൻ്റെ ഓരോ ഗതിവിഗതികളെയും നമുക്കായി ഒരുക്കുന്ന നന്മയുണ്ട്. ആ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നസ്രത്തിലേക്കുള്ള യാത്രയായിട്ട് മാറുന്നത്. യേശുക്രിസ്തുവിൽ പുതുമയെ ആർജിക്കുവാൻ നമുക്ക് കഴിയുന്നതും നമുക്ക് നമ്മളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞെറിഞ്ഞ പുതിയ മനുഷ്യനെ ധരിക്കുവാൻ ബേത്ലഹേമിൻ്റെ നന്മ തരണമേ ഉണ്ണിയേശുവേ എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം.